കഴിഞ്ഞ ദിവസം ഞാൻ ഗൈഡ് ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയ്ക്ക് ഏകദേശം 70 വയസ്സിന് മീതെ പ്രായമുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിക്കുന്നു, വേറെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിക്കുന്നു ആ അമ്മൂമ്മയുടെ നടത്തം പഴയ ശൈലിയിലല്ല, കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 കാലും കുറച്ചൊക്കെ ഒന്ന് വൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അമ്മൂമ്മ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നടത്തം, ഈ ഒരു കാല് വൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള നടത്തം എന്തെങ്കിലും അസുഖങ്ങളുടെ ഒരു ലക്ഷണങ്ങളാണോ? ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെയായിരിക്കും? ഇതിനെ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ നടത്തത്തിൽ ഇപ്പോൾ ബാലൻസ് ഇല്ലാതെ വീഴാൻ പോകുന്നു, അതല്ലെങ്കിൽ കാല് വൈഡ് ചെയ്ത് വെച്ച് നടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ സജഷനാണ് ഉടനെ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം പ്രായമാവും തോറും ഇപ്പോൾ ബ്രെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ്റെ പല ഏരിയസിലും ആ ലോബ്സിലും അട്രോഫിക് ആയിട്ടുള്ള ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ പാർക്കിൻസൺസ് പോലുള്ള ആ കണ്ടീഷൻസിൻ്റെ സ്റ്റാർട്ടിങ് ഒരുപക്ഷെ അതാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ന്യൂറോപ്പതി, അങ്ങനെ പല ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടായാലും ഇതേപോലെ നടത്തത്തിൽ ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ന്യൂറോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ഫിസിയോതെറാപ്പിയിലേക്ക് വരുന്ന കാര്യം. ഇപ്പോൾ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിക്കേഷൻസും അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂറോ സംബന്ധമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ മസിൽ വീക്ക്നെസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ടൈലേർഡ് ആയിട്ടുള്ള, അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ എക്സസൈസ് തെറാപ്പി ഗൈഡ് ട്രെയിനിങ് കൂടെ അവരെ നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു പക്ഷേ 100% കൊണ്ടുവരാൻ പറ്റി എന്ന് വരില്ല. കാര്യം ഏജ് ആകുമ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസും അവരുടെ ബോഡിയിൽ. ഈ പ്രായമായിട്ടുള്ള നമ്മുടെ അമ്മമാർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രായം കൂടുന്തോറും നമ്മുടെ ആ ഒരു ബോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ അത് കാരണം ഫോഴ്സ്ഫുള്ളി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രാക്ചറുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇമാജിൻ ചെയ്യാവുന്നേ. അതുപോലെ നടക്കാനും ബുദ്ധിമുട്ട്, പല രീതിയിലുള്ള ഫിറ്റ്നസ് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടെ ഈ ഫ്രാക്ചറും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത്. കാര്യം സ്ഥിരമായിട്ട് ഇവിടെ ക്ലിനിക്കിലായാലും ഹൗസ് വിസിറ്റിന് പോകുമ്പോഴായാലും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. വളരെ ബുദ്ധിമുട്ടാണ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവർ വീഴാതിരിക്കുക ശ്രദ്ധിക്കുക. ഇപ്പോൾ തീരെ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് വാക്കറോ അതുപോലെയുള്ള വാക്കിംഗ് എയ്ഡ്സ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം.